ഭൂമി മുഴുവൻ വെള്ളമുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ ശാസ്ത്രം അത് തെളിയിച്ചിട്ടുണ്ട്. ചുറ്റും സമുദ്രങ്ങളാണ് വ്യാപിച്ചിരുന്നത്. എവിടെയും കരയുടെ ഒരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ക്രമേണ ചില ഭാഗങ്ങളിൽ ഈ സമുദ്രങ്ങളിൽ നിന്ന് കര ഉയർന്നു വരാനായി തുടങ്ങി. ഈ സമയത്ത് കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ആദ്യത്തെ കര എവിടെയായിരിക്കും? അതായത് ഭൂമി മുഴുവൻ വെള്ളമായിരുന്ന സമയത്ത് ആദ്യത്തെ കര എവിടെയായിരിക്കും ഉയർന്നു വന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. അങ്ങനെയുള്ളൊരു കര ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി ധാരാളം ശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സിവിലൈസേഷൻ പരമായി ധാരാളം ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു വിവരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് ആദ്യ കര ഇന്ത്യയിലാണ് ഉയർന്നു വന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നതാണ്. നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൻ്റെ പ്രൊസീഡിങ്സിൻ്റെ ശാസ്ത്രജ്ഞർ ചില പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഭൂമിയിൽ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ ആദ്യ സംഭവം 700 ദശലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 700 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കര സമ്പൂർണ്ണമായി സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരുന്ന ഭൂമിയിൽ ഉയർന്നു വരുന്നത്. എന്തായാലും രണ്ടാമത്തെ കണ്ടെത്തൽ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ആദ്യത്തെ കര ഏകദേശം 3.2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അത് ഇന്ത്യയിലായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ഈ ഗവേഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായി വെള്ളത്തിൽ നിന്ന് കര ഉയർന്നു വന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് നിങ്ങളോട് പറയാം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ആദ്യം ഉയർന്നു വന്ന ബീച്ച് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ജാർഖണ്ഡിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൻ്റെ പ്രൊസീഡിങ്സിലെ ഗവേഷണം അനുസരിച്ച് ജാർഖണ്ഡിലെ സിംഗ്ഭൂം ജില്ലയിലാണ് കടലിൽ നിന്ന് ഉയർന്നു വന്ന ലോകത്തിലെ ആദ്യ ബീച്ച് കണ്ടെത്തിയത്. ഇന്ത്യയിലെ സിംഗ്ഭൂം ക്രാറ്റൻ എന്ന പ്രദേശത്ത് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞരായിട്ടുള്ള പ്രിയദർശി ചൗധരി വളരെ പഴയ പാറകളിലൂടെ ഒരു പരീക്ഷണം നടത്തി. ഈ പ്രദേശത്ത് ഭൂമിയുടെ പുറംതോടിൻ്റെ സ്ഥിരതയുള്ള ഭാഗമായി കണക്കാക്കപ്പെടുന്നു. 3.2 ബില്യൺ വർഷം പഴക്കമുള്ള പാറകളിൽ കാണപ്പെടുന്ന സിർക്കോൺ കണക്കുള്ള രാസഘടന ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞരായിട്ടുള്ള ചൗധരി വിശകലനം ചെയ്തു. നദികളുമായും സമുദ്രങ്ങളുമായും ബന്ധപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ഈ കണികകൾ രൂപപ്പെട്ടതെന്ന് കണ്ടെത്തി. അതായത് അക്കാലത്ത് കര സമുദ്രനിരപ്പിന് മുകളിലായിരുന്നു. സിംഗ്ഭൂം പ്രദേശത്ത് ഏകദേശം 3.3 മുതൽ 3.2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പിന് മുകളിൽ ഉയർന്നു നിന്നിരുന്നുവെന്നും ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ബീച്ച് ആയിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ നിഗമനം ചെയ്തു. ആദ്യത്തെ ഭൂഖണ്ഡങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. സിംഗ്ഭൂം പ്രദേശത്ത് 3.2 ബില്യൺ വർഷം പഴക്കമുള്ള കടൽ തീരങ്ങളുടെ അടയാളങ്ങളുള്ള മണൽക്കല്ലുകൾ കണ്ടെത്തിയതായി ഗവേഷകർ പറയുന്നുണ്ട്. ഭൂഖണ്ഡങ്ങൾ, അതായത് പ്ലേറ്റ് ടെക്ടോണിക്സ്, ഭൂമിയുടെ പ്ലേറ്റുകളുടെ ചലനം വഴിയാണ് രൂപപ്പെട്ടതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന മാഗ്മ, അതായത് ഉരുകിയ ചൂടുള്ള ലാവയാണ് ഈ മാഗ്മ എന്ന് പറയുന്നത്, ആദ്യ ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നുവെന്ന് ഈ പുതിയ ഗവേഷണം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.